പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഹെബ്രായർ 12:2 വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. നാം എല്ലാവരും ജീവിതത്തിൽ ഓട്ടത്തിലാണ്. പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് നാം ജീവിക്കാൻ പരിശ്രമിക്കുന്നത്. ഈ ഓട്ടത്തിൽ നമുക്ക് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നാം തിരഞ്ഞെടുക്കപ്പെടുന്ന വഴികൾ ദൈവഹിതപ്രകാരമാണോ എന്ന് നാം ചിന്തിക്കണം. വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ യേശുവിനെ മുന്നിൽ കണ്ടിട്ട് വേണം നാം ഓടാൻ. യേശുവാണ് നമ്മുടെ മാർഗവും മാർഗദർശിയും. ദൈവഹിതപ്രകാരമല്ല നാം ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ വഴികൾ തെറ്റാണെങ്കിൽ നമ്മുടെ നാശത്തിന് തന്നെ അത് കാരണമായി തീരും. എങ്ങനെയാണ് നമുക്ക് ദൈവഹിതം അറിയാൻ സാധിക്കുക? ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സങ്കീർത്തനം 119:130 സങ്കീർത്തകൻ പറയുന്നുണ്ട്: അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. എളിയ മനസ്സോടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനം വായിക്കുമ്പോഴാണ് ദൈവിക ഹിതം വെളിപ്പെട്ട് നമുക്ക് കിട്ടുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:29 യേശു പറയുന്നുണ്ട്: എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത് എന്ന്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റു പറ്റിയിരിക്കുന്നു. ഇപ്പോൾ സജീവവും ജീവസ്വലവുമായ ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് ഊർജം പകരുന്നതാണ്. അതുകൊണ്ടാണ് ഊർജ്ജസ്വലം എന്ന് പറയുന്നത്. സജീവവും ഊർജ്ജസ്വലവുമായ ദൈവത്തിൻ്റെ വചനം നാം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവഹിതം നിറവേറ്റി ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ വഴി തെറ്റാതെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.